എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എന്നാൽ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് നേരിയതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച പാവക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലുള്ള പാവക്ക മെഴുക്ക് പുരട്ടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതുപോലെ നുറുക്കിയ പാവക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് തൈരും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും മെഴുക്ക് പുരട്ടിക്ക് ഉണ്ടാവുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാവക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.